തന്ന ഫ്രണ്ടിന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങും മുമ്പേ പണം തിരികെ ഏൽപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോഴാണ് അത് എന്റെ കയ്യിൽ വന്നത്. ഞാൻ ശ്രമിച്ചാൽ പോലും നടക്കാത്തൊരു കാര്യം നീ ചെയ്തെന്റെ അഭിമാനം കാത്തു. നീ എത്രയും വേഗം ചെന്ന കടം വീട്ടി ആ ഫ്രണ്ടിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. അത് വേണോ? അല്ലെങ്കിൽ നീ പറയണ്ട, ഞാനും നിന്റെ കൂടെ വന്ന് പണം നേരിട്ട് ആ ഫ്രണ്ടിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നന്ദി പറയാം. ഏയ് അതൊന്നും വേണ്ട. നീ വരണ്ട ഹരി, ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം. നിന്റെ നന്ദി മറക്കാതെ ഞാൻ പറയുകയും ചെയ്യാം. ആ വെട്ടൊന്ന് തുണ്ടം രണ്ടെന്നുള്ളതാണ് ഹരിച്ചേട്ടന്റെ ഭാഷാശൈലിയെങ്കിലും പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അപാരം തന്നെയാ. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ നാണം കെട്ട് കല്യാണവും ജീവിതവും നഷ്ടാവുന്ന ഘട്ടത്തിൽ ആ 10 ലക്ഷം രൂപയും കൊണ്ടുള്ള ഹരിച്ചേട്ടന്റെ വരവ് എന്തായാലും ഗംഭീരായിരുന്നു. ഹരിച്ചേട്ട, മരണം വരെ എന്റെ അച്ഛനും ഞാനും ഹരിച്ചേട്ടനോട് എന്നും കടപ്പെട്ടവരായിരിക്കും. ആ പലിശക്കാരനുള്ള 10 ലക്ഷം രൂപയും കൊണ്ട് ഹരിച്ചേട്ടനപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവിടെ അവസാനിച്ചതിനെല്ലാം. ആ 10 ലക്ഷത്തിന്റെ അണിയറ കഥകളെ കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങളില്ലാതില്ല. ഇക്കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പണമിടപാടിന് എന്നെ ബോധപൂർവം കൊടുക്കുകയായിരുന്നു.